ആനന്ദ്, അകത്തേക്ക് വരൂ. വരാൻ വാ. നാളെ രാവിലെ വരെ നിനക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. നീ അപ്പോഴും മറുപടി പറഞ്ഞില്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു തീരുമാനത്തിലേക്ക് എനിക്ക് പോകേണ്ടി വരും. ഇതൊരു മുന്നറിയിപ്പാ, എന്റെ അവസാനത്തെ മുന്നറിയിപ്പാ. സർ, ചായ. ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. കൊണ്ടുപോകണം. ബ്രോ, ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ്. ആനന്ദ് എന്തോ വലിയ മൂഡ് ഔട്ടിലാണെന്ന് തോന്നുന്നല്ലോ. ആ, അതെ. സന്തോഷിച്ച് ഉല്ലസിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അയ്യോ, എന്റെ അമ്മോ, ഇന്നലെ ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. മണിക്കൂറുകൾ നോക്കിയാ നേരം വെളുപ്പിച്ചത്. എന്തു പറ്റിയാളമേ ഉറക്കം പോവാനായിട്ട്? ഒന്നും പറയണ്ട എന്റെ അരവിന്ദേ. കണ്ണടയ്ക്കുമ്പോ ഒരു പാമ്പ് ഇങ്ങനെ പത്തിയെടുത്ത് നിൽക്കുന്നതാ കാണുന്നത്. കട്ടിലിന്ന് കാല് തറയിൽ ചവിട്ടാൻ വരെ എനിക്ക് പേടിയായിരുന്നു. അതിന് ഇളയമേന്തിനെ പാമ്പിനെ കണ്ട് പേടിക്കുന്നത്? നമ്മുടെ മനസ്സ് ശുദ്ധാണെങ്കിൽ പാമ്പൊന്നും ചെയ്യില്ലെന്നല്ല ആന്റി പറഞ്ഞിട്ടുള്ളത്. ഓ, അഖിൽ ആന്റി അങ്ങനെയൊക്കെ പറയും. സത്യം പറയാലോ, എനിക്കാണെങ്കിൽ ഈ മുറ്റത്തേക്ക് ഇറങ്ങാനേ വലിയ പേടിയാ. ഇനി അവിടെ എങ്ങാനും ചുരുണ്ട് കിടന്നാലോ? ആലോചിക്കുമ്പോ തന്നെ കാല് പെരുത്ത് കയറുന്നു. അരവിന്ദേ, നീ ആ പാമ്പിനെ അടിക്കാൻ വേണ്ടിട്ട് കമ്പെടുത്തത് ഓർമ്മയുണ്ടല്ലോ. അത് നിന്നെ നോട്ടായിട്ട് കാണും, ഉറപ്പാ. പാമ്പിന്റെ പക ഭയങ്കര പകയാ. കാലാകാലം അത് നീണ്ടു നിൽക്കും. ബ്രോ, ഇവിടെ ഇരുന്ന് എങ്ങോട്ടേക്ക് പോണേ? ഇവിടെ ഇരുന്നാ മതി. ദേ, നീ ഏതായാലും ആ അടുക്കളക്കാരിയുടെ അടുത്തൊന്നും പോണ്ടാട്ടോ. പരീക്ഷിത്ത് രാജാവിന്റെ കഥ അറിയില്ലേ നിനക്ക്? തക്ഷകൻ എന്ന സർപ്പത്തിന്റെ കടിയേറ്റ് 7 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന ശാപമുണ്ടായപ്പോ അതിൽ നിന്നും രക്ഷപ്പെടാൻ പല മാർഗങ്ങളും നോക്കി. അവസാനം രാജാവ് കടലിന്റെ നടുക്ക് 7 നില മാളിക പണിയിച്ച് അതിൽ കയറി ഇരിപ്പായി, വെള്ളത്തിലൂടെ പാമ്പ് വരില്ല എന്ന് കരുതിയിട്ട്. പക്ഷേ 7-ാം ദിവസം തക്ഷകൻ എന്ന സർപ്പം ഒരു പുഴുവിന്റെ രൂപത്തിൽ രാജാവിന് കൊടുത്ത പഴത്തിലോ മറ്റോ കയറിയിരുന്നു. രാജാവ് അത് കടിച്ചു തിന്നാൻ തുടങ്ങിയപ്പോഴേ പുഴു പെട്ടെന്ന് വളർന്ന് തക്ഷകൻ എന്ന മഹാസർപ്പമായി മാറി. പരീക്ഷിത്ത് രാജാവിനെ കൊന്നെന്നാ പുരാണ കഥ. അതാണ് പാമ്പിന്റെ പക. ഇപ്പൊ മനസ്സിലായോ നിനക്ക്? ബ്രോ, എന്താ ഇളമേത്? എന്തിനാ ഇവനെ വെറുതെ പേടിപ്പിക്കുന്നേ? ഞാൻ പേടിപ്പിച്ചതൊന്നും അല്ല ആനന്ദേ. പൊതുവെ പാമ്പുകള് പക വെക്കുന്ന ജീവികളാ, അത് പറഞ്ഞേ ഉള്ളൂ. പിന്നെ അങ്ങനൊന്നും ഉണ്ടാവില്ലോ. അപ്പോ കൃഷ്ണേട്ടൻ വരുന്നില്ലല്ലോ. എന്നാ ശരി, ഞാനും അമ്പലത്തിൽ പോയിട്ട് പെട്ടെന്ന് വരാം. അതെന്താ ചേച്ചി പെട്ടെന്ന് അമ്പലത്തില് പോണോന്ന് തോന്നി. ഇന്നലെ ആ പാമ്പിനെ കണ്ടപ്പോ മുതല് മനസ്സെന്തോട്ട് ശരിയല്ല. കണ്ടോ, ഇതല്ലേ ഞാനും പറഞ്ഞത്. അപ്പൊ എന്നെ എല്ലാരും കൂടി പാമ്പ് പക വിട്ടു ആന്റി. ഹേയ്, അതൊക്കെ വെറുതെ പറയുന്നല്ലേ. അല്ല, ചേച്ചി ആയില്യത്തിന് കൊടുക്കുന്നുണ്ടോ? ഞാനിപ്പോ അമ്പലത്തിലേക്ക് പോകുന്നത് തന്നെ കല്യാണിക്ക് വേണ്ടി ആയില്യ പൂജ നടത്താനാ. കല്യാണിക്ക് വേണ്ടിയോ? എന്തൊക്കെയാ ചേച്ചി ഇത്?
ചേച്ചി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോകേണ്ട കാര്യം എന്താ? വേറെ ഒരു ജോലിക്കാരിക്ക് വേണ്ടിട്ട്. കല്യാണി വെറും ഒരു ജോലിക്കാരിയല്ല. എനിക്ക് വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയും ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തവളാ. അവൾക്ക് വേണ്ടി ഞാൻ അമ്പലത്തിലേക്ക് പോയാൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിലും എന്റെ അറിവിൽ സത്യപ്രമാണ വ്രതം ചെയ്തവരെ തേടി ഇതുവരെ പാമ്പ് വന്നിട്ടില്ല. പക്ഷെ കല്യാണിയെ തേടി വന്നിരിക്കുന്നു. അത് നല്ലതിനാണോ ദോഷത്തിനാണോ എന്ന് എനിക്കറിയണം. അതുകൊണ്ട് തന്നെ വ്രതത്തിലിരിക്കുന്ന കല്യാണിക്ക് ഒരാപത്തും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാനാ ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നത്. അതിൽ ആരും ഒരഭിപ്രായവും പറയണമെന്നില്ല. പോയിട്ട് വരാം കൃഷ്ണേട്ടാ. ആനന്ദേ, അല്ല നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അതെന്താ ഇളയമ്മയ്ക്ക് മനസ്സിലാവാത്തത് പോലെ? ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് കല്യാണിയെ കാണാനാ. ഇളയമ്മയ്ക്ക് എന്തെങ്കിലും എതിർപ്പ് വല്ലതുണ്ടോ? ഓ, ഞാൻ എന്തിനാ എതിർക്കുന്നേ? നിന്റെ ഇഷ്ടം നീ ചെയ്യുന്നു, അത്ര തന്നെ. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ആ കല്യാണി സന്യാസിനിയെ പോലെ ഒരുങ്ങിക്കെട്ടി അവിടെ ഇരിക്കുന്നില്ലേ? അതിനെപ്പറ്റി നിനക്കെന്താ പറയാനുള്ളത്? ഞാനെന്ത് പറയാം? ഇളയമ്മ നേരിട്ട് പോയി കല്യാണിയോട് ചോദിച്ചാ മതി. നീ ദേഷ്യപ്പെടാൻ ചോദിച്ചതൊന്നും അല്ല ഞാൻ. ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ചേച്ചി അമ്പലത്തിൽ പോയിരിക്കുക അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സത്യം പറഞ്ഞാലേ ഇത് അവള് വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള വ്രതമൊന്നും അല്ല. അവൾ ഈ വ്രതം എടുക്കുന്നതിന്റെ ഉദ്ദേശം നല്ലതല്ലെങ്കിൽ ഉറപ്പായിട്ട് ആ വിളക്കണഞ്ഞിരിക്കും. വിളക്കണഞ്ഞാലുള്ള ഗതി ചേച്ചി പറഞ്ഞത് നീയും കേട്ടതല്ലേ? ആ കേട്ടു. അതിലിപ്പോ ഞാൻ എന്ത് പറയാനാ? നീ ഒന്നും പറയാനല്ല, അവൾ ഈ കാണിക്കുന്നതിന്റെ കള്ളത്തരം ഓർത്ത് ഞാൻ അമ്പരക്കുന്നതാ. അവളുടെ മനസ്സിൽ നല്ല ഉദ്ദേശമായിരുന്നെങ്കിൽ അവൾക്കത് ചേച്ചിയോട് നേരിട്ട് വന്ന് ചോദിക്കായിരുന്നില്ലേ? ചേച്ചി അത് സാധിച്ചു കൊടുക്കൂലേ? നീ നോക്ക്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിലേക്ക് പോയ ചേച്ചി അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പറ, നിനക്ക് തോന്നുന്നുണ്ടോ? ആ എനിക്കറിയില്ല, സാധിച്ചു കൊടുക്കുമായിരിക്കും. ആയിരിക്കുന്നല്ല, സാധിച്ചു കൊടുക്കും. അങ്ങനെയുള്ളപ്പോ ഈ കല്യാണി ഇങ്ങനെ സന്യാസം വ്രതോന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ കാണിച്ചു കൂട്ടണമെങ്കിലേ അവളുടെ ഉള്ളില് നല്ല ലക്ഷ്യമല്ലെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ദേ നീ നോക്കിക്കോ, ആ വിളക്ക് ഇന്ന് തന്നെ അണയും, അത് തീർച്ചയാ. അതോടെ അവളുടെ ജീവിതം ഇവിടെ തീരും. കെട്ടി തൂങ്ങേണ്ടി വരും അവൾക്ക്. ആത്മഹത്യ. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. കുറെ നേരമല്ലോ പറയുന്നു. അല്ല ആനന്ദേ, ഞാൻ പറഞ്ഞു വരുന്നത്. മതി, ഇനി ഒന്നും പറയണമെന്നില്ല. കല്യാണിക്ക് മനസ്സുകൊണ്ട് പോലും ആരെയും ദ്രോഹിക്കാൻ കഴിയില്ലെന്ന ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ തന്നെ ഇളയമ്മ കല്യാണി എന്തൊക്കെ ചെയ്തിരിക്കുന്നു, അതിന് പകരമായിട്ട് ഇതുവരെ അവൾ എന്തെങ്കിലും തിരിച്ചു ചെയ്തോ? ഇല്ലല്ലോ. അതാ അവള്
ജീവൻ പോയാലും ഈ കുടുംബത്തിന് മേൽ ദോഷം വരുന്ന ഒന്നും അവൾ ചെയ്യില്ല. ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ നിൽക്കാതെ ഇളയമ തൽക്കാലം ഇവിടെ നിന്ന് പോ പ്ലീസ്. ആ ശരി ശരി, ഞാൻ പോയേക്കാം. അതുകൊണ്ട് സത്യം സത്യമല്ലാതാവില്ല. ഏതായാലും നീ ഒന്ന് ഉറപ്പിച്ചോ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയെ സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലുമാണ് അവളുടെ മനസ്സിലെങ്കില് ഈ സത്യപ്രമാണ വ്രതത്തോടെ കല്യാണിയുടെ കഥ അവസാനിക്കും. നല്ലൊരു കാറ്റടിച്ച അണയാവുന്നതേ ഉള്ളൂ ആ തിരി. അതോടെ അണയാൻ പോകുന്നത് അവളുടെ ജീവനാ. ആ ഇനിയെല്ലാം വിധി പോലെ വരട്ടെ, ഞാനൊന്നും പറയുന്നില്ലേ. തെറ്റായ ലക്ഷ്യത്തോടെയാണ് വ്രതമെങ്കിൽ മുന്നിലെ കിടാവിളക്കണയും. അങ്ങനെ വിളക്കണഞ്ഞാൽ വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്ക് സ്വയം ജീവൻ വെടിയേണ്ടി വരും. പിന്നീട് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ അയാൾക്ക് അധികാരമില്ല. അതാണ് ശാസ്ത്രവും ചട്ടവും. നല്ലൊരു കാറ്റടിച്ച അണയാവുന്നതേ ഉള്ളൂ ആ തിരി. ഒരു തടസ്സവും വരുത്താതെ 3 ദിവസം ജലപാനം പോലുമില്ലാതെ ഈ കഠിനവ്രതം പൂർത്തിയാക്കിയാൽ വരം നൽകേണ്ട ആൾ തൃച്ചംബരത്തെ ഗൃഹനാഥയോ ഗൃഹനാഥനോ വ്രതമനുഷ്ഠിക്കുന്ന ആൾക്ക് കുടിക്കാൻ പാല് നൽകി വ്രതം പൂർത്തിയാക്കിക്കും. പിന്നെ അയാൾ എന്തു വരം ചോദിച്ചാലും മടിക്കാതെ അത് സാധിച്ചു കൊടുത്തിരിക്കണം. അതാണ് നിയമം. ഓ അത് ശരി, ആന്റി ഇവിടെ നിൽക്കുകയാണല്ലേ? അല്ല, ഇതെന്താ വേറെ വല്ല തപസ്സുമാണോ? ആന്റി എന്താ പ്രതിമ പോലെ? നീ ഒന്നും മിണ്ടാതിരിക്കെ. മനുഷ്യൻ ഇവിടെ പ്രാണം പിടഞ്ഞു നിൽക്കുമ്പോഴാ അവളുടെ ഒരു എന്ന് പറഞ്ഞ ഒന്നും മിണ്ടാതിരിക്കുന്ന എങ്ങനെയാ? ദേ, അവൾ എങ്ങാനും ആ വ്രതം പൂർത്തീകരിച്ചാലേ വരമായിട്ട് ചോദിക്കാൻ പോകുന്നത് തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണനെയാണെന്ന് ഉറപ്പാ. അഖിലാന്റിക്ക് അത് സാധിച്ചു കൊടുത്തേ പറ്റൂ. അതാ പാരമ്പര്യ നിയമം. അതോടെ തീർന്നുവല്ല. വിലാസിനി ആന്റിയുടെ അധികാരം എടുക്കലും എന്റെ ഇവിടത്തെ പൊറുതിയല്ല. ഓ അതൊക്കെ ഓർക്കുമ്പോ തന്നെ എനിക്ക് ഒന്നും തിന്നാൻ രുചി തോന്നുന്നില്ല. മതി, നീ ഈ പറഞ്ഞതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നടക്കാൻ സമ്മതിക്കില്ല ഈ വിലാസിനി. അല്ലെങ്കിൽ ഞാൻ ചാകണം. ഇനിയിപ്പോ അങ്ങനെ വല്ലത് നടക്കൂ? ദൈവത്തിനറിയാം എന്തൊക്കെ സംഭവിക്കൂന്ന്. എന്ത്? നീ എന്താ പറഞ്ഞത്? മനസ്സിലായില്ല എനിക്ക്. ഓ ഒന്നും പറഞ്ഞില്ലേ? അല്ല ആന്റി, ആന്റിക്ക് ഈ വ്രതത്തിനെ പറ്റി നേരത്തെ എനിക്ക് പറഞ്ഞു തന്നൂടായിരുന്നോ? ഞാൻ ഈ വ്രതം ചെയ്ത് ആനന്ദേട്ടനെ വരമായി ചോദിച്ച് ഇവിടുത്തെ മൂത്ത മരുമകളായിട്ട് വന്നു കേറിയനെ. ഓ എന്ത് നല്ലൊരു ചാൻസ് ആയിരുന്നു. അയ്യോ കഷ്ടം. 3 ദിവസം ജലപാനം പോലും ഇല്ലാതിരിക്കുന്ന ഒരാള്. ദേ, നാവ് വളച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതിന്റെ ഇടയിൽ അവളുടെ ഒരു അയ്യോ പറയണ്ട, പറയാ തന്നെ എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം കല്യാണിയുടെ സത്യപ്രമാണ വ്രതമാണ്. അത് പൂർത്തിയാവും മുമ്പ് എന്ത് വില കൊടുത്തും നമുക്കത് മുടക്കിയേ പറ്റൂ. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അത് പറ. പറയാനൊന്നുമില്ല, അത് മുടക്കിയിരിക്കെ ഈ വിലാസിനി. അതിനുള്ള പ്ലാനാ ഞാനിപ്പോ മനക്കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നെ. അയ്യോ എങ്ങനെ? പെട്ടെന്ന് പറ, കേട്ടാൻ കൊതിയായിട്ട് വയ്യ. എടി, വലിയ വിശ്വാമിത്രന്റെ വ്രതം വരെ മേനക വന്ന് മുടക്കിയിട്ടുണ്ട്. പിന്നെയാ ഈ അടുക്കളക്കാരിയുടെ വ്രതം മുടക്കാൻ പാട്.
വിശ്വാമിത്രൻ ആണാണെങ്കിൽ ഇവിടെ ഒരു ചീള് പെണ്ണ്, അത്രയുള്ളൂ വ്യത്യാസം. അതുകൊണ്ട് മേനകയുടെ തന്ത്രം നമ്മൾ ഇവിടെ ഉൾട്ടയായിട്ട് പ്രയോഗിക്കും. ഏത് കഠിന വ്രതത്തിലും കല്യാണിയുടെ മനസ്സിലാക്കാൻ പറ്റുന്ന ആനന്ദിനെ വെച്ച് നമ്മളത് മുടക്കുമെന്ന് സാരം. ആനന്ദേട്ടിന് വെച്ചോ? അതെങ്ങനെ? ദേ, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. ഞാൻ പറയുന്ന പോലെ നിനക്കങ്ങ് ചെയ്യാൻ പറ്റുമോ? ആദ്യം അത് പറ. അയ്യോ, എപ്പോ ചെയ്തു കേട്ടാ മതി. ആന്റി പറ, ഞാൻ എന്ത് ചെയ്യണം? എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്? പറയാം. ഇങ്ങ് അടുത്തോട്ട് വാ. ഇവിടെ ചുവരുകൾക്ക് പോലും കാതുള്ളതാ. ഓ ആന്റി, സത്യം പറയാലോ, ഈ ഐഡിയ സൂപ്പർ. ഇത് അവളുടെ തപസ് ഇളക്കുന്നുള്ളത് ഉറപ്പാ. 3.5 തരാം. ആണല്ലോ. എന്നാ പപ്പോ. അയ്യോ അയ്യോ ആന്റി, 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 ആന്റി അറിഞ്ഞോ? അയ്യോ, എന്ത് പറ്റി നിനക്ക്? നീ എന്തിനാ ഓടി വന്നിങ്ങനെ കിതയ്ക്കുന്നത്? അത് ആന്റി, നമ്മുടെ ആനന്ദേട്ടനില്ലേ, ഏട്ടന് വലിയൊരു ആക്സിഡന്റ് പറ്റി. അയ്യോ, ആനന്ദിന് ആക്സിഡന്റോ? എന്റെ ഭഗവാനേ, ദൈവമേ, എന്തൊക്കെയാ കേൾക്കുന്നേ? എന്റെ കുഞ്ഞിന്റെ തലമണ്ട എങ്ങാനും പൊട്ടിയോടി? ആ, എന്നൊക്കെയാ പറയുന്നത്. കാറും ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചെന്ന്. അയ്യോ, ലോറി ആയിട്ടോ? അയ്യോ, എന്റെ കുഞ്ഞ്. ദൈവമേ, എന്തിനാ ദൈവമേ ഞങ്ങൾ എങ്ങനെ പരീക്ഷിക്കുന്നെ? എന്റെ കുഞ്ഞ് ചത്തുപോവാൻ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ചത്തിട്ടൊന്നും ഇല്ല ആന്റി, ഊർദ്ധം വലിച്ച് ചാവാറായി കിടക്കുന്നു കേട്ടത്. ഇപ്പൊ വെന്റിലേറ്ററില്ല, വളരെ സീരിയസ് എന്നാ കേട്ടത്. ക്രിട്ടിക്കൽ എന്നാ പറയുന്നേ. അയ്യോ, എന്റെ കുഞ്ഞ്. അയ്യോ, കഷ്ടം തന്നെ. കല്യാണി ഇവിടെ വ്രതം അനുഷ്ഠിക്കുമ്പോ തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ. ദൈവമേ. അയ്യോ, ആനന്ദിന്റെ ജീവന് ഒരു ആപത്ത് സംഭവിക്കല്ലേ. രക്ഷിക്കണേ എന്റെ ഗുരുവായൂരപ്പാ, എന്റെ വൈക്കത്തപ്പാ, എന്റെ തൃക്കാക്കരപ്പാ, എന്റെ ഏറ്റുമാനൂരപ്പാ. ഓ ശാപം. ഈ വൃത്തികെട്ടവള് എന്തിനും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലോ. ആനന്ദിന് ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് പോലും ഇവൾക്ക് ഒരു കുലുക്കമില്ല. പഠിച്ച കള്ളിയാ ഇവള്. ഭയങ്കര സാധനം തന്നെ. അതെ അതെ, ഈ ഐഡിയ വർക്കൗട്ട് ആവില്ലല്ലോ ആന്റി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പിഴച്ചാൽ അടുത്തത്, അല്ലാതെന്താ? അല്ല ജയന്തി, ആ വിളക്കണഞ്ഞാല് അവളുടെ വ്രതം മുടങ്ങുമല്ലോ, അതല്ലേ അഖില പറഞ്ഞത്? ആ അതെ, പക്ഷെ വിളക്ക് താനെ അണയണ്ടേ? അതെങ്ങനെയാ? നമുക്ക് കാറ്റിനെ വിളിക്കാൻ പറ്റോ? കാറ്റിനെ വിളിക്കൊന്നും വേണ്ട, ഉള്ളീന്നങ്ങ് ഊതിക്കെടുത്തിയാ മതി. ഇപ്പൊ ആ വിളക്ക് നമ്മൾ ഊതിക്കെടുത്താൻ പോവാ. എന്നിട്ടത് താനെ അണഞ്ഞതാണെന്നങ്ങ് പറയും. എന്തേ,
സംഗതി സൂപ്പർ ആന്റി. പക്ഷേ ഇവിടുത്തെ ക്യാമറകളെ നമ്മൾ സൂക്ഷിക്കണം. അതൊന്നും നമുക്ക് നോക്കണ്ടെന്നേ. ഇപ്പൊ ഈ നിമിഷം വേണ്ടത് ഇവളുടെ തപസ് ഇളക്കുക എന്നുള്ളതാ. വിളക്കണഞ്ഞ് വ്രതം മുടങ്ങുന്ന കല്യാണിയുടെ മുൻപിൽ പിന്നെ ഒരു മാർഗമേ ഉണ്ടാവൂ, ആത്മഹത്യ. സത്യപ്രമാണ വ്രതത്തിന്റെ ചട്ടപ്രകാരം അത് അവൾക്ക് ചെയ്തേ പറ്റൂ. അതോടെ എല്ലാം ശുഭം. എങ്ങനെയുണ്ട്? സമ്മതിക്കണം ആന്റിയെ. ശരി ശരി, ഞാൻ തൽക്കാലം ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കാം. നീ പോയി ആ വിളക്ക് കെടുത്തിയേക്ക്. ചെല്ലിപ്പോ. ശരി ആന്റി.